ഇന്നത്തെ ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ VSSC നൽകിയിരിക്കുന്ന റിപ്പോർട്ടിലെ ഗുരുതര കണ്ടെത്തലുകളാണ് നമ്മൾ ആദ്യം പരിശോധിക്കുന്നത്. സമഗ്ര അന്വേഷണത്തിന് നിർദ്ദേശിച്ചിരിക്കുകയാണ് ഹൈക്കോടതി ഇന്ന്. കഴിഞ്ഞ 20 വർഷത്തെ ദേവസ്വം ബോർഡിന്റെ ഇടപാടുകൾ അന്വേഷിക്കണമെന്നാണ് കോടതിയുടെ നിർദ്ദേശം. 2024-25 കാലത്തെ ഇടപാടുകളിലും അന്വേഷണം അനിവാര്യമാണെന്ന് കോടതി പറയുന്നു. പാളികൾ വീണ്ടും പരിശോധിക്കാൻ ഹൈക്കോടതിയുടെ ഇടക്കാല ഉത്തരവിൽ നിർദ്ദേശമുണ്ട്. വിശദമായി എന്താണ് ഇന്ന് കോടതിയിൽ സംഭവിച്ചതെന്നും VSSCയുടെ റിപ്പോർട്ടിലെ ഗുരുതര പരാമർശങ്ങളും നമുക്ക് പരിശോധിക്കാം. ശബരിമലയിൽ നടന്നത് വൻ കൊള്ള എന്നാണ് VSSCയുടെ റിപ്പോർട്ടിൽ നിന്ന് കണ്ടെത്തുന്ന ഗുരുതരമായ കണ്ടെത്തൽ. VSSC നൽകിയിരിക്കുന്ന റിപ്പോർട്ടിൽ അത് സംബന്ധിച്ചുള്ള വിശദമായ കാര്യങ്ങൾ കോടതിയെ അറിയിച്ചിരിക്കുന്നു. ഏറ്റവും പ്രധാനപ്പെട്ടത് സ്വർണ്ണപ്പാളി മാറ്റി എന്നുള്ള കാര്യമാണ്. ഒപ്പം ചെമ്പ് പാളി വെച്ചു എന്നുള്ളത് രേഖപ്പെടുത്തിയതാണ്. അത് വിശ്വാസത്തിൽ എടുത്തുകൊണ്ടാണ് കോടതിയുടെ ഇന്നത്തെ നിർദ്ദേശങ്ങളെല്ലാം. 98-ലെ പാളികളും 2019-ലെ പ്ലേറ്റിംഗ് നടത്തിയതിലുമുള്ള വ്യത്യാസമാണ് അതിലേറ്റവും പ്രധാനപ്പെട്ടത്. അതാണ് കോടതി എടുത്തു പറഞ്ഞത്. ആ വ്യത്യാസം അത് കോടതി ഉയർത്തിയ ആശങ്കകളായി നിലനിൽക്കുന്നുണ്ട്. അതിൽ പ്രധാനപ്പെട്ടത് ഈ ദ്വാരപാലക വിഗ്രഹങ്ങളിൽ മാത്രം ഒതുങ്ങി നിന്ന ഈ അന്വേഷണം കഴിഞ്ഞ 20 വർഷത്തെ ക്ഷേത്ര ഭരണത്തിലേക്കും മറ്റിടപാടുകളിലേക്കുമൊക്കെ വ്യാപിപ്പിക്കാൻ കോടതി നിർദ്ദേശം നൽകുന്ന രീതിയിലേക്ക്, ഇല്ലെങ്കിൽ ആ രീതിയിൽ ആശങ്ക ഉയർത്തുന്ന കാര്യങ്ങളിലേക്കാണ് ആ റിപ്പോർട്ട് കൊണ്ടുപോയിരിക്കുന്നത്. റിപ്പോർട്ടിലെ കണ്ടെത്തലുകൾ വിശകലനം ചെയ്യാൻ വിക്രം സാരാഭായ് സ്പേസ് സെന്ററിലെ ശാസ്ത്രജ്ഞരുടെയും സാങ്കേതിക വിദഗ്ധരുടെയും മൊഴിയെടുക്കാനുള്ള നിർദ്ദേശവും, ഇല്ലെങ്കിൽ ആ ഉത്തരവും ഇന്ന് കോടതി നൽകുകയുണ്ടായി. അതിലേറ്റവും പ്രധാനപ്പെട്ടത് ഈ പാളികൾ വീണ്ടും SIT പരിശോധിക്കും എന്നുള്ളതാണ്. പരിശോധിക്കാൻ പോകുന്നത് 1900 നാളെ ക്ഷേത്രത്തിലെത്തിയായിരിക്കും അതിന്റെ സാമ്പിളുകൾ ശേഖരിക്കുക. 1998-ലെ സ്വർണം പൊതിയൽ, ഒപ്പം തന്നെ 2017-ലെ കൊടിമരം സ്ഥാപിക്കൽ, അതിനൊപ്പം 2019-ലെ സ്വർണം പൂശൽ, അതിനൊപ്പം 2024-25 വർഷങ്ങളിലെ ഇടപാടുകൾ, ഇതെല്ലാമാണ് പരിശോധിക്കാൻ പോകുന്നത്. നാളെയാണ് SIT ക്ഷേത്രത്തിലെത്തി സാമ്പിളുകൾ ശേഖരിക്കുക. ശബരിമല സ്റ്റോർ റൂമിൽ സൂക്ഷിച്ചിരിക്കുന്ന 2 വാതിലുകളിലെയും ഒപ്പം തന്നെ ഈ പ്രഭാമണ്ഡലത്തിലെയും സ്വർണത്തിന്റെ അളവ് തിട്ടപ്പെടുത്താൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. 2017-ൽ കൊടിമരം മാറ്റിയതുമായി ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ ഫയലുകളും ഭരണപരമായിട്ടുള്ള രേഖകളും ഒക്കെ പരിശോധിക്കാൻ കോടതി നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഇനി ഇതിൽ കൂടുതൽ അറസ്റ്റിലേക്ക് കടക്കാനുള്ള സാധ്യതയും കാണുന്നുണ്ട്. നേരത്തെ തന്നെ നമുക്കറിയാം, നേരത്തെ ഇടക്കാല റിപ്പോർട്ട് കഴിഞ്ഞ തവണ കോടതിയിൽ SIT നൽകിയിരുന്ന സമയത്ത് കോടതി അതിരൂക്ഷമായി വിമർശിച്ചിരുന്നു. കാരണം കൂടുതൽ ആളുകളിലേക്ക് ഈ കേസ് എത്തുന്നില്ല, കൂടുതൽ അറസ്റ്റിലേക്ക് പോകുന്നില്ല എന്നൊക്കെ പറഞ്ഞ്. അതിനുശേഷം മറ്റൊരു പ്രതി കൂടി അറസ്റ്റിലായിരുന്നു. അപ്പം കൂടുതൽ അറസ്റ്റ് ഉണ്ടായേക്കും എന്നുള്ള സൂചന കൂടിയാണ് നമുക്ക് ലഭിക്കുന്നത്. കാരണം കൂടുതൽ ആളുകളിലേക്ക് അതിന്റെ സാഹചര്യം പരിശോധിക്കുകയാണെങ്കിൽ ഭരണപരമായിട്ടുള്ള ഫയലുകൾ, ഒപ്പം തന്നെ രേഖകളൊക്കെ പരിശോധിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആരൊക്കെയായിരുന്നു ആ സമയത്ത് ഉണ്ടായിരുന്നത് എന്നതിനനുസരിച്ച് നടപടികളിലേക്ക് കടക്കാനാണ് SITക്ക് ഹൈക്കോടതി നൽകിയിരിക്കുന്ന നിർദ്ദേശം. സ്വാഭാവികമായിട്ടും ആ രീതിയിൽ SIT നീങ്ങുമ്പോൾ കൂടുതൽ ആളുകൾ ഈ പ്രതിപട്ടികയിലേക്കും കൂടുതൽ ആളുകൾ അറസ്റ്റിലാകാനുള്ള സാധ്യതയിലേക്കുമാണ് കാര്യങ്ങൾ പോകുന്നത്. മറ്റൊന്ന് VSSCയിലെ ശാസ്ത്രജ്ഞരുടെ മൊഴിയെടുക്കും എന്നുള്ളതാണ്. VSSCയിലെ ശാസ്ത്രജ്ഞരുടെ മൊഴിയെടുക്കുന്നത് ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. കാരണം അതിൽ ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്ന തെളിവുകളുമായി പൊരുത്തപ്പെടുന്ന രീതിയിലാണോ ആ മൊഴി എന്നത് സ്ഥിരീകരിക്കേണ്ടതുണ്ട്. കോടതിക്ക് മുമ്പിലുള്ള ഇപ്പോഴുള്ള തെളിവുകൾ, അതായത് VSSC പരിശോധിച്ച് SITക്ക് കൈമാറിയിരിക്കുന്ന ആ രേഖകളിൽ ഇപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ വലിയ കൊള്ളയാണ് നടന്നത് എന്നതുൾപ്പെടെയുള്ള, സ്വർണത്തിനു പകരം ചെമ്പാണ് വെച്ചത് എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ കുറച്ചുകൂടി വ്യക്തമാകേണ്ടതുണ്ട്. അപ്പൊ സ്വാഭാവികമായിട്ടും ഇത് പരിശോധിച്ച ശാസ്ത്രജ്ഞരുടെ മൊഴിയെടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഈ റിപ്പോർട്ടും ആ മൊഴിയും കൂടെ ചേരുന്നതാണെങ്കിൽ, ഇല്ലെങ്കിൽ അതിൽ പൊരുത്തപ്പെടുന്നുണ്ടെങ്കിൽ ആ രീതിയിലുള്ള അന്വേഷണവും കൂടുതൽ നടത്താനുള്ള സാധ്യതയാണ്. കാരണം അതിനുശേഷമായിരിക്കും ഇതിലെ കൃത്യമായിട്ടുള്ള അന്വേഷണത്തിന്റെ ആ ട്രാക്കിലേക്ക് SIT കടക്കുകയെന്ന് മനസ്സിലാക്കുന്നു. കാരണം ഈ റിപ്പോർട്ടിനനുസരിച്ചാണ് മൊഴി വരുന്നതെങ്കിൽ ഇതിന്റെ ഒരു വിശ്വാസ്യത കൂടുകയും ചെയ്യും. അപ്പോൾ സ്വാഭാവികമായിട്ടും കൂടുതൽ കാര്യങ്ങളിലേക്ക് SITക്ക് കടക്കാൻ സാധിക്കും എന്നുള്ളതായിരിക്കാം ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ടാണ് ഈ തെളിവുകളുമായി പൊരുത്തപ്പെടുന്ന രീതിയിലാണോ മൊഴി എന്നത് സ്ഥിരീകരിക്കണം എന്ന് കോടതി പറയുന്നത്. മറ്റൊന്ന്, അന്വേഷണത്തിൽ 2 പേരെ കൂടി ഉൾപ്പെടുത്തി എന്നുള്ളതാണ്. നേരത്തെ തന്നെ നമുക്കറിയാം, ഇതിൽ അന്വേഷണ സംഘത്തിൽ 2 CPM അനുഭാവികളുണ്ട് എന്നൊക്കെ പറഞ്ഞ് നേരത്തെ തന്നെ ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങൾ വന്നിരുന്നു. ആ സാഹചര്യത്തിൽ SITക്ക് ഈ സംഘത്തിനെ കുറച്ചുകൂടി വലുതാക്കണം, ഇല്ലെങ്കിൽ കുറച്ചുകൂടി ആളുകൾ സംഘത്തിൽ ഉണ്ടാകണം അന്വേഷിക്കാൻ എന്നൊക്കെയുള്ള ആവശ്യം കോടതിയെ നേരത്തെ ബോധ്യപ്പെടുത്തിയതാണ്. അതിനുശേഷം കോടതി അതിൽ ഉത്തരവും നൽകിയതാണ്. കാരണം കൂടുതൽ ആളുകളെ ആവശ്യമുണ്ടെങ്കിൽ ഉദ്യോഗസ്ഥരെ ഉൾപ്പെടുത്താം എന്ന് SITക്ക് നിർദ്ദേശം നൽകിയിരുന്നു. അതിനനുസരിച്ചാണ് ഇപ്പോൾ അന്വേഷണത്തിൽ 2 പേരെ കൂടി ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അത് ഒന്ന് NRSL DYSP ശ്രീകാന്താണ്,
മറ്റൊന്ന് കോഴിക്കോട് ചോമ്പാല സ്റ്റേഷൻ ഇൻസ്പെക്ടർ സേതുനാഥാണ്. അന്വേഷണ സംഘത്തിന് ആവശ്യമായിട്ടുള്ള മുഴുവൻ സഹായവും, അത് സാങ്കേതികമായിട്ടാണെങ്കിലും മറ്റു സൗകര്യങ്ങളായിട്ടൊക്കെ ആണെങ്കിലും അത് അനുവദിക്കാൻ സംസ്ഥാന പോലീസ് മേധാവിക്ക് കോടതി നിർദ്ദേശം നൽകുകയും ചെയ്തു. കാരണം ഇതിന്റെ അന്വേഷണവുമായി ബന്ധപ്പെട്ട് കേരളത്തിൽ മാത്രമല്ല മറ്റു സംസ്ഥാനങ്ങളിലേക്ക് കൂടി പോകുന്ന സാഹചര്യത്തിൽ അത് വലിയ സമ്മർദ്ദം SIT സംബന്ധിച്ചുണ്ടായിരുന്നു. അടുത്ത ഘട്ടത്തിലേക്ക് ഇല്ലെങ്കിൽ കേസിന്റെ അടുത്ത സ്റ്റെപ്പിലേക്ക് കടക്കാനൊക്കെ SITക്ക് വലിയ സമ്മർദ്ദം ഉണ്ടാകുന്ന, ഇല്ലെങ്കിൽ ഒരു കാലതാമസം വരുന്ന സാഹചര്യമൊക്കെ ഉണ്ടായിരിക്കുന്ന രീതിയിലാണ്. അതായത് ഇത് എന്തുകൊണ്ട് വൈകുന്നു എന്ന് കോടതി ചോദിക്കുന്നിടത്താണ് ഇപ്പോൾ കൂടുതൽ ആളുകളെ, കൂടുതൽ അന്വേഷണ ഉദ്യോഗസ്ഥരെ ഇതുമായി ബന്ധപ്പെടുത്തി നൽകാൻ വേണ്ടി സംസ്ഥാന പോലീസ് മേധാവിക്ക് കോടതി നിർദ്ദേശം നൽകിയിരിക്കുന്നത്. സ്വാഭാവികമായിട്ടും ഈ രണ്ട് ഉദ്യോഗസ്ഥർ കൂടി വരുമ്പോൾ ആ ടീം കുറച്ചുകൂടി വലുതാവുകയാണ്. അതിനപ്പുറത്തേക്ക് കൂടുതൽ അന്വേഷണങ്ങളിലേക്കും ചോദ്യം ചെയ്യലുകളിലേക്കും അറസ്റ്റുകളിലേക്കും കടക്കാനുള്ള സാഹചര്യം കൂടിയാണ് തെളിഞ്ഞു വരുന്നത്. ഇനി മറച്ചുവെച്ചിരുന്ന ഗുരുതരമായ ക്രമക്കേടുകൾ അന്വേഷണത്തിൽ കണ്ടെത്തി നിരവധി പേരെ അസ്വസ്ഥപ്പെടുത്തുന്ന കാര്യങ്ങളുണ്ട്. അത് പല രീതിയിൽ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ സ്വാഭാവികമായിട്ടും ഈ അന്വേഷണ സംഘത്തിന്റെ കാര്യത്തിൽ നേരത്തെ ഉണ്ടായിരുന്ന, അതായത് കോൺഗ്രസിന്റെ സമയത്തുള്ള ഭരണകാലത്തുള്ള കാര്യങ്ങളിലേക്കൊക്കെ കടന്നപ്പോൾ രാഷ്ട്രീയമായി കൂടി പ്രതിരോധിക്കേണ്ട സാഹചര്യത്തിലേക്ക് അന്വേഷണ സംഘം എത്തിയിരുന്നു. കാരണം ഇതിൽ മറ്റൊരു രീതിയിലും, അതായത് രാഷ്ട്രീയം കലർത്തുകയോ അതിനപ്പുറത്തേക്കുള്ള താല്പര്യങ്ങൾ, വ്യക്തി താല്പര്യങ്ങൾ ഉൾപ്പെടെ കലർത്തുകയോ ഒന്നും ചെയ്യാതെ അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകണം എന്നുള്ളത് കോടതി തീരുമാനമാണ്. സ്വാഭാവികമായിട്ടും ആ രീതിയിലുള്ള ഉദ്യോഗസ്ഥരെ കൂടി ഉൾപ്പെടുത്തിയായിരിക്കും ഇനിയുള്ള അന്വേഷണ മേൽനോട്ടം ഉണ്ടാവുക എന്നുള്ളത് കൂടിയാണ് കോടതിയുടെ ഇന്നത്തെ നിരീക്ഷണത്തിൽ നിന്ന്, ഇല്ലെങ്കിൽ ഉത്തരവുകളിൽ നിന്ന്, നിർദ്ദേശങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. മറ്റൊന്ന്, ഇടക്കാല റിപ്പോർട്ടിലുള്ള SITയുടെ ഇപ്പോഴത്തെ ടീമിലുള്ള കോടതിയുടെ ഒരു തൃപ്തി ഇന്ന് കോടതി രേഖപ്പെടുത്തി എന്നുള്ളതാണ്. കൂടുതൽ സൂക്ഷ്മമായിട്ടും ഇല്ലെങ്കിൽ കുറച്ചുകൂടി പ്രൊഫഷണലായിട്ടും ഒക്കെ മുന്നോട്ട് പോകാനുള്ള നിർദ്ദേശവും കോടതി ഇന്ന് നൽകിയിട്ടുണ്ട്. കാരണം ഇത്രയും ദിവസത്തെ അന്വേഷണം നമുക്കറിയാം, ഏതാണ്ട് 3 മാസമായിട്ട് കൃത്യമായിട്ട് SIT ഇതിനു പുറകെയാണ്. SIT കണ്ടെത്തിയിരുന്ന ആദ്യ അറസ്റ്റ് മുതലുള്ള ഈ ഇപ്പോൾ അറസ്റ്റിലായിരിക്കുന്നത് വരെയുള്ള, അതായത് അത്രയും അറസ്റ്റുകൾ, അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കേരളത്തിലെ ഏറ്റവും അറിയപ്പെടുന്ന VIP-കളായിട്ടുള്ള ആളുകൾ ഉൾപ്പെടെ ജയിലിൽ കിടക്കുന്ന സാഹചര്യം, ഇതിലേക്കൊക്കെ SIT എത്തിച്ചിരിക്കുന്നത് ഈ കോടതിയുടെ നിർദ്ദേശങ്ങളും ഇല്ലെങ്കിൽ കണ്ടെത്തലുകളും ഒക്കെയാണ്. അത് വളരെ, നമുക്ക് ഓരോ ദിവസവും നമുക്കറിയാം കോടതിയിൽ നിന്ന് ഈ പറയുന്ന ഇടക്കാല റിപ്പോർട്ട് സമർപ്പിക്കുമ്പോൾ ഇല്ലെങ്കിൽ ഏതെങ്കിലും ഒരു റിപ്പോർട്ടുകൾ, അതായത് ഇപ്പോൾ BSSC നടത്തിയതുപോലെയുള്ള പരിശോധനകൾ നേരത്തെ ഇതിന്റെ ഭാഗമായിട്ട് നടത്തിയിട്ടുണ്ട്. അപ്പോൾ BSSC പരിശോധിച്ച് കണ്ടെത്തിയതിനേക്കാൾ ഗുരുതരമായിട്ടുള്ള സംഭവങ്ങൾ നേരത്തെ ഉണ്ടായിട്ടുണ്ട്. അതായത് ഞെട്ടിപ്പിക്കുന്ന തരത്തിൽ ഇപ്പോൾ കേരളത്തിൽ വൈകാരികമായിട്ട് ഭക്തരെ സംബന്ധിച്ചൊരു ഞെട്ടലുണ്ടാവും. അതിനപ്പുറത്തേക്ക് ശബരിമലയുമായി ബന്ധപ്പെട്ട് ഇത്ര വലിയ കൊള്ള സംഭവിച്ചോ എന്നുള്ളൊരു സ്വാഭാവിക ഞെട്ടലിന്റെ ഏറ്റവും അങ്ങേ തലക്കിലാണ് കാര്യങ്ങൾ എത്തി നിൽക്കുന്നത് എന്നുള്ളത് കൂടിയാണ് ഇന്നത്തെ BSSCയുടെ റിപ്പോർട്ടിൽ നിന്ന് മനസ്സിലാക്കുന്നത്. അപ്പം ഇതുവരെയുള്ള അന്വേഷണത്തിൽ തൃപ്തി കോടതി രേഖപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് കുറച്ചുകൂടി ഒരു ഊർജം ആ ടീമിനെ സംബന്ധിച്ച് നൽകുന്നുണ്ട്. ആരെന്ന് നോക്കാതെ, അതായത് രാഷ്ട്രീയം നോക്കാതെ, മുഖം നോക്കാതെ, ഏത് പോർഷനിലിരിക്കുന്നു എന്നത് ഉൾപ്പെടെ നോക്കാതെ, ആരാണോ ഇതുമായി ബന്ധപ്പെട്ട് എന്തൊക്കെ കാര്യങ്ങളാണോ സൗകര്യങ്ങളാണോ ചെയ്തിട്ടുള്ളത്, ഈ വൻ കൊള്ളയ്ക്ക്, ശബരിമലയുമായി ബന്ധപ്പെട്ട് നടത്തിയിരിക്കുന്ന ഈ സ്വർണ്ണക്കൊള്ളയ്ക്ക് ആരൊക്കെയാണോ കൂട്ടുനിന്നിരിക്കുന്നത് അവരിലേക്കെല്ലാം അന്വേഷണം എത്തിക്കാനും അവരുടെ എല്ലാം അറസ്റ്റ് രേഖപ്പെടുത്താനുമുള്ള പൂർണ്ണ സമ്മതം SITക്ക് ഹൈക്കോടതി നൽകിയിരിക്കുന്ന സാഹചര്യമാണ് ഇപ്പോൾ കാണുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും അത്രയും പ്രൊഫഷണലായിട്ട്, അത്രയും ക്ലീൻ ആയിട്ട് ആ അന്വേഷണവുമായി SIT മുന്നോട്ട് പോകുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. ഇനി ഉയരുന്ന ചോദ്യം, തന്ത്രിക്ക് ശേഷം ആര് എന്നൊരു ചോദ്യമായിരുന്നു ഉയർന്നുകൊണ്ടിരുന്നത്. അത് കടകംപള്ളി സുരേന്ദ്രൻ തുടക്കത്തിലെ തന്നെ മാനനഷ്ട കേസുമായി ബന്ധപ്പെട്ടൊക്കെ അത് ബ്ലോക്ക് ചെയ്തിട്ടുണ്ട്. പക്ഷേ കൂടുതൽ ആളുകളിലേക്ക് ഈ അന്വേഷണം എത്തുമോ എന്നുള്ളതാണ്. അതൊരു സർക്കാരിന് മാത്രം. ഇപ്പോൾ രാഷ്ട്രീയമായിട്ട് ചിന്തിക്കുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാവും, കഴിഞ്ഞ കുറച്ച് ദിവസമായി സ്വർണ്ണപ്പാളി അല്ലെങ്കിൽ ഈ സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിഷയങ്ങളിൽ എങ്ങനെയാണ് രാഷ്ട്രീയ പാർട്ടികൾ പ്രതികരിക്കുന്നത് എന്ന് നമ്മൾ കണ്ടതാണ്. തന്ത്രിയുടെ അറസ്റ്റിന് ശേഷം ഒരു പ്രതികരണം അതുമായി ബന്ധപ്പെട്ട് കാര്യമായി വന്നിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. കാരണം തന്ത്രിയുടെ അറസ്റ്റ് ബ്ലോക്ക് ചെയ്തു എല്ലാ പ്രതികരണങ്ങളെയും എന്ന് വേണം പറയാൻ. അതിനുശേഷമാണ് നമുക്കറിയാം തന്ത്രിയുടെ വീട്ടിൽ നിന്ന് ചില കാര്യങ്ങളെല്ലാം SIT കണ്ടെത്തുന്നു. അതിനുശേഷം ഇതിനു മുമ്പുണ്ടായിരുന്ന ഭരണത്തിലേക്ക്, ഇല്ലെങ്കിൽ UDFന്റെ കാലത്തുണ്ടായിരുന്ന ഭരണസമിതിയിലേക്കെല്ലാം കാര്യങ്ങൾ എത്തുന്നു. അന്നത്തെ ദേവസ്വം ബോർഡിന്റെ മെമ്പർ ഉൾപ്പെടെയുള്ളവർ പ്രതികരിക്കുന്നത് നമ്മൾ കണ്ടതാണ്. അപ്പം സർക്കാർ മാത്രം ഉത്തരവാദിയാവുന്നില്ല. കഴിഞ്ഞ സർക്കാരും ഇപ്പോഴത്തെ സർക്കാരും അതിനപ്പുറത്തേക്ക് ആരൊക്കെയായിരുന്നു ആ സമയങ്ങളിലൊക്കെ ഉദ്യോഗസ്ഥരായിട്ടുണ്ടായിരുന്നത്, ഇവരെല്ലാം പ്രതിക്കൂട്ടിലാകുമോ എന്നുള്ളൊരു ചോദ്യചിഹ്നം മാത്രമാണ് ഇപ്പോൾ നിൽക്കുന്നത്. ആരൊക്കെയായിരിക്കും ഇനി ഇതുമായി ബന്ധപ്പെട്ട് നടന്നിരിക്കുന്നത്? കോടതി പറഞ്ഞതുപോലെ അത്ര വലിയ കൊള്ളയാണെങ്കിൽ ആ കൊള്ള സംഘത്തിന്റെ ഏറ്റവും ഉന്നതയിൽ, അതായത് ഏറ്റവും പ്രധാനപ്പെട്ട കണ്ണിയിലേക്ക്, ഏറ്റവും അവസാനത്തെ കണ്ണികളിലേക്ക് SIT എപ്പോൾ എത്തും എന്നുള്ളൊരു
ആശ്ചര്യം ഇല്ലെങ്കിൽ അങ്ങനെയൊരു കാര്യം മാത്രമാണ് ഇനി നമുക്കറിയേണ്ടത് എന്നുള്ളതാണ്. അതിലേക്ക് എത്രയും പെട്ടെന്ന് എത്താനുള്ള എല്ലാ രീതിയിലുള്ള സൗകര്യങ്ങളും ചെയ്തു നൽകാൻ വേണ്ടിയാണ് നേരത്തെ പറഞ്ഞതുപോലെ ഹൈക്കോടതി സംസ്ഥാന പോലീസ് മേധാവിയോടും ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഇപ്പോൾ ലഭിച്ചിരിക്കുന്ന തെളിവുകളുടെ അടിസ്ഥാനത്തിൽ വരും ദിവസങ്ങളിൽ വീണ്ടും, അതായത് നാളെയാണ് വീണ്ടും സന്നിധാനത്തെത്തി ഈ കാര്യങ്ങളെല്ലാം പരിശോധിക്കുക. SIT അതിനുശേഷമായിരിക്കും കൂടുതൽ ചോദ്യം ചെയ്യലുകളിലേക്കും അറസ്റ്റിലേക്കും കടക്കുക എന്നാണ് മനസ്സിലാകുന്നത്. സ്വാഭാവികമായിട്ടും വലിയ ഞെട്ടലുകൾക്ക് കേരളം സാക്ഷിയാകാനിരിക്കുന്നതേ ഉള്ളൂ എന്നാണ് ഇന്നത്തെ ഈ റിപ്പോർട്ടിൽ നിന്നും കോടതിയുടെ ഭാഗത്തു നിന്നുണ്ടായ പ്രതികരണത്തിൽ നിന്നും മനസ്സിലാക്കുന്നത്.